Hello everyone, welcome to a new lesson with Maria's Litex. Today we are going to discuss a poem titled All Palaces Are Temporary Palaces, written by Rosebud Ben-Oni, and this is included in the AC English paper for science students of the second semester in the FY UGP program of University of Calicut. So let's go to the lesson. അപ്പോൾ റോസ്ബഡ് ബെനോനി ഒരു അമേരിക്കനാണ്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന വളരെ യങ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ഷീസ് ഓഫ് മിക്സഡ് പാരൻഹുഡ്. മെക്സിക്കനാണ് ഇവരുടെ അമ്മ, അതേസമയം ഫാദർ ജൂയിഷ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എഴുത്തിൽ ഈ ഒരു മൾട്ടി കൾച്ചറൽ ഹെറിറ്റേജ് വളരെ ഡീപ്പായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സയൻസിൻ്റെ മറ്റ് ACയിലുള്ള മറ്റ് പോർഷൻസിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് എങ്ങനെ ലൈഫിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ചില മൊമെൻറ്റ്സുമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലെൻഡായി പോകുന്നു, അതെങ്ങനെ രസകരമായിട്ട് കവിതകളിൽ വരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഒരു എഴുത്തും ഇതുപോലെയാണ് വരുന്നത്. ആൻഡ് ഹർ വർക്ക് റിഫ്ലെക്ട്സ് ഹർ എക്സ്പീരിയൻസ് ഓഫ് ഗ്രോയിങ് അപ്പോൺ ദ മെക്സിക്കോ-US ബോർഡർ. അപ്പോൾ ഇവരുടെ ഒരു താമസം എന്ന് പറയുന്നത് മെക്സിക്കോ-US ബോർഡറിലാണ്. അപ്പം ഈ ഒരു മിക്സഡ് പാരൻഹുഡ് ഉണ്ട്, അതേസമയം തന്നെ രണ്ട് സ്റ്റേറ്റിൻ്റെ ബോർഡറിലുള്ള ഒരു ലൈഫും പലപ്പോഴും ഇവരുടെ എഴുത്തിൽ ഒരു ലിമിനൽ സ്പേസസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ലിമിനൽ സ്പേസ് എന്ന് പറയുമ്പം ഷീസ് നൈദർ ഫുള്ളി എ മെക്സിക്കൻ നോർ എ ജൂയിഷ്. ഫുള്ളി മെക്സിക്കൻ അല്ല, എന്നാലോ ജൂയിഷ് അല്ല താനും. അപ്പോൾ ഈ ഇടയിൽ പെട്ടുപോകുന്ന ഐഡൻറ്റിറ്റീസിനും എക്സ്പീരിയൻസസിനൊക്കെ നമ്മൾ ലിമിനൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസൊക്കെ ഇവരുടെ വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തന്നെയാണ്. സോ ഷീ ഹാസ് ബീൻ എ വിന്നർ ഓഫ് മെനി ഇമ്പോർട്ടൻറ്റ് പ്രൈസസ്. ആലിസ് ജെയിംസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇഫ് ദിസ് ഇസ് ദ ഏജ് വി എൻഡ് ഡിസ്കവറി എന്ന് പറയുന്നത് ഇവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്ക് ഓഫ് പോംസ് ആണ്. ഇതിനകത്തുനിന്നാണ് ഈ ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് എന്നുള്ള നമ്മുടെ കവിതയും എടുത്തിട്ടുള്ളത്. സോ ഷി ഹാസ് ബീൻ എ ഫൈനലിസ്റ്റ് ഫോർ 2021 നാഷണൽ ജൂയിഷ് ബുക്ക് അവാർഡ്. അതുപോലെ she has written so many interesting collections like BRX, GWT, XY, XS, Get Fresh Books. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈറ്റിൽ കണ്ടാൽ തന്നെ അറിയാം, വളരെ പെക്യൂലിയർ ആണ്, സാധാരണഗതിയിൽ കാണുന്ന ടൈറ്റിൽസ് അല്ല. ദെൻ ചാപ്പ് ബുക്ക് 20 Atomic Sonnets. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ദ പോം ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ കളക്ഷൻ ഇഫ് ദിസ് ഇസ് ദ ഏജ് വി എൻഡ് ഡിസ്കവറി ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ക്വസ്റ്റ്യൻസ് ഓഫ് സയൻറ്റിഫിക് പ്രോഗ്രസ്. നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ചെറിയ സയൻറ്റിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും അതിൻ്റെ ലൈഫിലുള്ള ഇംപ്ലിക്കേഷനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ ഫിസിക്സ് ഓഫ് എവറി ഡേ, ദൈനംദിന ജീവിതത്തിലെ ഫിസിക്സ് എന്ന് തുടങ്ങിയ രീതിയിലൊക്കെ വരുന്ന ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പലപ്പോഴും തീംസായിട്ട് എടുക്കുന്നത്. നോട്ട് ഓൺലി ദാറ്റ്, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കുന്ന എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇഷ്യൂസും ഇവരുടെ കവിതകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസായിട്ട് വരുന്നുണ്ട്. സോ ഷീ സീക്സ് ടു ബ്രിഡ്ജ് ദിസ് ഗ്യാപ്പ് ബിറ്റ്വീൻ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. സയൻസിൻ്റെ തലം വേറെയും ആർട്ടിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും തലം വേറെയുമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നത് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങും ആർട്ടും സെപ്പറേറ്റ് എന്നുള്ളതിന് പകരം ഇതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെ കവിതകളിൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും, എന്നിട്ട് അതിൽ നിന്ന് വളരെ ഡീപ്ലി ഇമോഷണലും ഹ്യൂമനുമായിട്ടുള്ള ചില മീനിങ്സിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി പോം ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ്. The poem begins with the innocent questions of a child and demonstrates how everyday moments can open up into profound contemplation of our place in the universe. അപ്പോൾ ഈ കവിത തുടങ്ങുന്നത് ഒരു കുട്ടി, 6 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം ഓണ്ടിനെ വിളിച്ചിട്ട് വളരെ ഗ്രേവായിട്ടുള്ള ചില ക്യൂരിയസ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അവിടെ നിന്നാണ് കവിത തുടങ്ങുന്നത്. എന്നിട്ട് അത് നമ്മൾ ഒരു ഭൂമിയിലെ അല്ലെങ്കിൽ യൂണിവേഴ്സിലെ നമ്മുടെ ഒരു പ്ലേസിനെ കുറിച്ചൊക്കെയുള്ള ഒരു ആലോചനയിലേക്ക് കവിത പോകുന്നു. സോ ബെനോനി ബ്രിങ്സ് ടുഗെദർ മൾട്ടിപ്പിൾ ത്രെഡ്സ് ലൈക്ക് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ക്വാണ്ടം ഫിസിക്സ്. ഈ കവിതയിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം ഫിസിക്സിലുള്ള ചില ടേംസ് ഒക്കെ വരുന്നുണ്ട്. അതേസമയം മനുഷ്യന് ഈ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസാസ്റ്റേഴ്സ്, എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു ഇൻക്രീസിംഗ്ലി ടെക്നോളജിക്കൽ വേൾഡിൽ നമ്മുടെ ഒരു ഹ്യൂമൻ പ്രസൻസ് എങ്ങനെയാണ്, അതുണ്ടാക്കുന്ന മറ്റ് റിസൾട്ട്സ് എന്താണ്, ഇതിലൊക്കെ പോകുന്നുണ്ട്. സോ ദ ടൈറ്റിൽ ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ് adds another layer of meaning.
അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ പാലസസ് എന്ന് പറയുമ്പം കോഡ്സ് അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ. അപ്പോൾ എല്ലാ കൊട്ടാരങ്ങളും ടെമ്പററിയാണ്, താൽക്കാലികമാണ്, ട്രാൻസിയൻ്റ് ആണ്, അത് എന്നേക്കും നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു മീനിങ് അത് ഈ ടൈറ്റിൽ വേറെ എവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തം കോറായിട്ട് ഈ ഒരു മീനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ ബെനോണി ഹാസ് ക്രിയേറ്റഡ് എ കോംപ്ലെക്സ് മെഡിറ്റേഷൻ ഓൺ എക്സിസ്റ്റൻസ്, പ്രോഗ്രസ്, നമ്മുടെ ഒരു നിലനിൽപ്പ്, പുരോഗതി, ദെൻ ഹ്യൂമൻ കണക്ഷൻ, ഇതെല്ലാം ഈ ഒരു കുട്ടിയുടെ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വരുന്നത്. കുട്ടിയുടെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യമല്ല. ഷീ ഈസ് ആസ്കിങ് അബൌട്ട് ആസ്ട്രോയിഡ് മൈനിങ്. ഓക്കെ, വിൽ ഗോ ഇൻ ടു ദാറ്റ്. അപ്പോൾ ഈ കവിത അപ്പിയർ ചെയ്യുന്നത് മൊഡ്യൂൾ 2 ബുക്ക് ഷെയർ എന്ന് പറയുന്ന നമ്മുടെ മൊഡ്യൂൾ 2 കവിത വരുന്നത്. ആൻഡ് പ്രാക്ടിക്കം ആക്ടിവിറ്റീസ് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ മെറ്റീരിയൽ ഇൻട്രസ്റ്റ് കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാനും പിന്നെ അതുപോലെ ധനം മോഹിക്കുന്ന ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ മെറ്റീരിയൽ ഇൻട്രസ്റ്റ്, അതുപോലെ സയൻറ്റിഫിക് പ്രോഗ്രസ്സിനോടുള്ള നമ്മുടെ ഒരു ക്രേസ്, ഇതെല്ലാം നമ്മളും പുതിയ ലെവലിലേക്ക് ഈ കോളനൈസേഷനും എക്സ്പ്ലോറേഷനും കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വിൽ ഗോ ഇൻ ടു എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. ആൻഡ് ദ പോം ബിഗിൻസ് ലൈക്ക് ദിസ്: മൈ നീസ് കോൾസ് വിത്ത് ക്വസ്റ്റ്യൻസ് ഓഫ് ആസ്ട്രോയിഡ് മൈനിങ്. അറ്റ് 6 ഷീ ഈസ് വെറീഡ് ആൻഡ് ക്യാൻ ടെൽ മീ വൈ, സോ വി ടോക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ 6 വയസ്സുള്ള കുട്ടി ചോദിക്കുന്നത് ആസ്ട്രോയിഡ് മൈനിങ്ങിനെ കുറിച്ചാണ്. ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിഹ്നഗ്രഹം എന്നൊക്കെ പറയുന്ന പ്ലാനറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാൽ കുറച്ചുകൂടെ സൈസുള്ള പ്ലാനറ്ററി ബോഡീസാണ് ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോയിഡ്സ് കാര്യമായിട്ട് വലിയ പാറക്കെട്ടുകളും അല്ലെങ്കിൽ ഫ്യൂവൽസിൻ്റെ നിക്ഷേപങ്ങളോ മെറ്റൽസിൻ്റെ നിക്ഷേപങ്ങളോ ഒക്കെയുള്ള നല്ല റഫായിട്ടുള്ള റോക്കി ആയിട്ടുള്ള ബോഡീസാണ്, പ്ലാനറ്ററി ബോഡീസാണ്. അപ്പോൾ ആസ്ട്രോയിഡ് മൈനിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഇത്ര ഏർലി ആയിട്ട് ഈ ഒരു ചെറിയ കുട്ടി കൺഫ്യൂസ്ഡ് ആയിട്ട് ഈ കുട്ടീനോട് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ വെറി എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല, ബട്ട് ഷീ ഈസ് ഷെയറിങ് ഹെർ ആങ്സൈറ്റി ആൻഡ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. സോ ദിസ് ഈസ് ബിഗിനിങ് വിത്ത് എ വെരി ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്. ഒരു ഫോൺ കോള്, കുട്ടിയുടെ ഒരു ക്വസ്റ്റ്യൻ, ദെൻ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പക്ഷേ കോസ്മിക് ആയിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഇത് പോകുന്നത്. സോ ദ ചൈൽഡ്സ് അൺനെയിംഡ് ആങ്സൈറ്റി അബൌട്ട് ദിസ് ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ് സെർവ്സ് ആസ് എൻ എൻട്രി പോയിൻ്റ് ഇൻ ടു ഡീപ്പർ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ ആസ്ട്രോയിഡ് മൈനിങ് അത്ര നടക്കുന്നില്ല, എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ ആസ്ട്രോയിഡ് മൈനിങ് എന്ന് വെച്ചാൽ മനുഷ്യർ പുതിയ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ലേക്ക് പോവുകയും അതുപോലെ സ്പേസിലേക്കൊക്കെയുള്ള മനുഷ്യൻ്റെ ദൂരം കുറയുകയും പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോൾ എലോൺ മസ്കിൻ്റെയൊക്കെ സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളൊക്കെ പുതിയ സ്ട്രാറ്റജീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസ തന്നെ ആസ്ട്രോയിഡ് മൈനിങ്ങിനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയതാണ്, കുറച്ച് ഫ്യൂവൽസ് എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആസ്ട്രോയിഡ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഈ ആസ്ട്രോയിഡിൻ്റെ ഉള്ളിലുള്ള മെറ്റൽസോ അതുപോലെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മനുഷ്യന് യൂസ്ഫുള്ളായിട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും, ഹൗ ക്യാൻ വി ഡൂ ദാറ്റ് എന്നുള്ള അന്വേഷണമാണ് ആസ്ട്രോയിഡ് മൈനിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ the child is asking about it. I hear there is gold, silver, platinum on spent comets. Who would say I do on a stony asteroid? Then people are already getting married underwater. The very rich driving cars on coral reefs and if the newest frontiers require technology. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് റൈറ്റർ പോവുകയാണ്. സോ ഓൾറെഡി ദർ ഇസ് പ്ലെൻറ്റി ഓഫ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഒക്കെ ഉണ്ട് ഈ സ്പെൻറ്റ് ആയിട്ടുള്ള കോമറ്റ്സിലും അതുപോലെ പ്ലാനറ്ററി ബോഡീസിലും ഇതുപോലെയുള്ള നല്ല വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളുണ്ട് എന്ന് ഓൾറെഡി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗോഡ് നോസ്, ഹൂ നോസ്, ആർക്കറിയാം നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോണി ആസ്ട്രോയിഡിലാവുമോ അതോ വിൽ ബി എക്സ്പ്ലോറിങ് ദർ, ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഫ്യൂച്ചർ ഇസ് സോ പ്രോഗ്രസീവ്. അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളൊരു മീനിങ് ആണ്. സോ പീപ്പിൾ ആർ ഓൾറെഡി ഗെറ്റിംഗ് മാരിഡ് അണ്ടർ വാട്ടർ. ഫോർ എ ചേഞ്ച് ഹ്യൂമൻ ബീയിങ്സ് ആർ എക്സ്പ്ലോറിങ് ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂ വേസ്.
ഇപ്പോൾ പലരും വെള്ളത്തിനടിയിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. അതുപോലെ ലൈക്ക് കോറൽ റീഫ്സിൻ്റെ പഴയപ്പറ്റുകളുടെ മുകളിലൂടെ കാർ ഓടിച്ച് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇഫ് ദ ന്യൂവസ്റ്റ് ഫ്രോണ്ടിയേഴ്സ് റിക്വയർ ടെക്നോളജി, അതിലും പുതിയ മേഖലകൾ ടെക്നോളജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദീസ് ലൈൻസ് ക്രിയേറ്റ് എ പാരലൽ ബിറ്റ്വീൻ സ്പേസ് ആൻഡ് ഓഷ്യൻ എക്സ്പ്ലോറേഷൻ, സജസ്റ്റിംഗ് ഹ്യൂമാനിറ്റീസ് ടെൻഡൻസി ടു കോളനൈസ് ഓൾ പോസിബിൾ സ്പേസസ്. എവിടെയൊക്കെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് അത് ഹ്യൂമൻ ബീയിങ്സിന് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ ടെൻഡൻസി. അപ്പോൾ അതിലേക്കാണ് ഇത് പോകുന്നത്. ഈ അണ്ടർ വാട്ടർ വെഡ്ഡിങ്സ്, കോറൽ റീഫ്സിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനോട് കൂടെ അതുണ്ടാക്കുന്ന എൻവയോൺമെൻറ്റലായിട്ടുള്ള ഡിസ്ട്രക്ഷൻസും കലാമിറ്റീസും കൂടെ അതിനോട് ചേർത്ത് വായിക്കണം. സോ ദീസ് എക്സാമ്പിൾസ് സജസ്റ്റ് ദാറ്റ് നോ സ്പേസ് വെദർ അണ്ടർ വാട്ടർ ഓർ ഇൻ സ്പേസ് സേഫ് ഫ്രം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. മനുഷ്യൻ്റെ കടന്നു ചെല്ലലുകൾ എല്ലായിടത്തുമുണ്ട്, മനുഷ്യൻ്റെ ഇടപെടലുകൾ, ഇൻ്റർവെൻഷൻസ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിലേക്ക് കൂടെയാണ് ഈ കവിത പോകുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു നിർത്തിയിട്ട് ഇനി ടെക്നോളജി ഇനിയും വളർന്നിട്ടില്ല എന്നുണ്ട്, ഇനിയും പോരാത്തതിന് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? Smaller than an atom. Well, now there is the pentaquark, which is almost all quarks save for one antiquark. And if not for the antiquark, would anything at all be? What is next is never enough. All left to chance shrinking. ഈ ഒരു ലൈൻസിൽ ഇനി പുതിയ ഫ്രോണ്ടിയേഴ്സ് ഓഫ് ടെക്നോളജി നമ്മൾ അന്വേഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആറ്റം എന്നുള്ള ഒരു ബേസിക് യൂണിറ്റാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അവിടെയും നമ്മൾ നിന്നിട്ടില്ല. ആറ്റത്തിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ആയിട്ട് തിരിച്ചിരുന്നു. പിന്നീട് അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്വാർക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതാണ് ഈ പെൻറ്റാക്വാർക്ക് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. ഏറ്റവും ബേസിക് മിനിമം സൈസുള്ള യൂണിറ്റാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ള മാറ്ററിൻ്റെ അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ ഈ പെൻറ്റാക്വാർക്ക് എന്ന് പറയുന്നത് ദീസ് പാർട്ടിക്കിൾസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പെൻറ്റാക്വാർക്കൊക്കെ വെച്ചിട്ടാണ്. ക്വാർക്കും ആൻറ്റി ക്വാർക്സും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് പല പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള ബേസിക് യൂണിറ്റാണ് ക്വാർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് കമ്പോസ്ഡ് ഓഫ് 4 ക്വാർക്സ് ആൻഡ് 1 ആൻറ്റി ക്വാർക്കാണ് എന്ത് പെൻറ്റാക്വാർക്ക് എന്ന് പറയുന്നത്. 4 ക്വാർക്സും ഈ ക്വാർക്സിൻ്റെ തന്നെ ഓപ്പോസിറ്റ് എനർജിയുള്ള ഒരു ആൻറ്റി ക്വാർക്കും തമ്മിൽ ചേരുമ്പോഴാണ് ഈ ഒരു ബേസിക് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസ് പോസിബിൾ ആവുന്ന ഒരു ബേസിക് യൂണിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് ചേർന്നിട്ടാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ക്വാർക്ക് എന്ന് പറയുന്നത് തന്നെ 6 ടൈപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 6 ടൈപ്സ് എന്നുള്ളതിന് 6 ഫ്ലേവേഴ്സ് എന്നാണ് പറയുക. അപ്പ് ക്വാർക്ക്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാർക്സ് ആണ്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും തമ്മിൽ ഗ്ലൂ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക യൂണിറ്റാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക 5 യൂണിറ്റ്സ് ചേർന്നിട്ടാണ് ഒരു പെൻറ്റാക്വാർക്ക് എന്നുള്ള ബേസിക് യൂണിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ അതിൻ്റെ ന്യൂആൻസസ് നമുക്ക് ആവശ്യമില്ല. സോ ഈ ആൻറ്റി ക്വാർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു യൂണിറ്റിനെ ഒന്നിച്ച് നിർത്തുന്നത് 4 ക്വാർക്സിനെയും ഒന്നിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആൻറ്റി ക്വാർക്ക് വേണം. അപ്പോൾ ഒരു ആൻറ്റി ക്വാർക്ക് എന്നുള്ള ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിലൊന്നും ചിലപ്പോൾ ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ വുഡ് ഇഫ് എനിത്തിങ് അറ്റ് ഓൾ ബി, എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. സോ വാട്ട് ഈസ് നെക്സ്റ്റ് ഇസ് നെവർ ഇനഫ്. നമുക്കെപ്പോഴും പറയാൻ പറ്റില്ല ഇനി എന്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. യു കനോട്ട് സേ, യു കനോട്ട് പ്രെഡിക്റ്റ്. ഓൾ ലെഫ്റ്റ് ടു ചാൻസ് ഷ്രിങ്കിങ്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചുരുങ്ങി വരികയാണ്. നമ്മൾ ഏറ്റവും ന്യൂആൻസസിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ, ഏറ്റവും ചെറുതിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ സയൻറ്റിഫിക് പ്രോഗ്രസ്സിനെയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ന്യൂആൻസസ് ആണ് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. സോ ദ പോയറ്റ് ഇസ് പോസിങ് എ വെരി പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻ. വളരെ ബേസിക് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. വിതൗട്ട് ദ പ്രസൻസ് ഓഫ് ആൻറ്റി ക്വാർക്ക് ഓർ ദ നെഗറ്റീവ് എനർജി ഇൻ ദാറ്റ് would anything at all exist? So the scientific concept becomes a lens through which to examine the nature of being itself. എന്തിൻ്റെയും നിലനിൽപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ബേസിക് എന്താണ് എന്നുള്ള വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്കാണ് ഇവിടെ പോയിട്ടുള്ളത്. ആൻഡ് നൗ the poet is coming back to an intimate
ടോക്ക്. വീണ്ടും വളരെ പേഴ്സണലായിട്ടുള്ള ഹ്യൂമൻലി ആയിട്ടുള്ള സംസാരത്തിലേക്ക് തിരിച്ചു വരാണ്. Now she's asking, my dear girl, calling on this overcast day in the spring, where sky is one long cover of impassivity. അപ്പോൾ ഈ കുട്ടി ഫോണിലാണ് വിളിക്കുന്നത് സ്പ്രിങ്ങിൽ തന്നെ, ഈ ഒരു വസന്തകാലത്തെ തന്നെ ഓവർകാസ്റ്റ് ആയിട്ടുള്ള ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഡേയിലാണ് വിളിക്കുന്നത്. അപ്പോൾ സ്കൈയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇമ്പാസിവിറ്റിയാണ്. ഇമ്പാസിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇമോഷനും ഇല്ലാത്ത വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു മൂഡാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൈയുടെ ഈ ഒരു ഓവർകാസ്റ്റ് ആയിട്ടുള്ള ഗ്ലൂമി നേച്ചർ ഈ ഒരു ചോദ്യത്തിൻ്റെയും കൂടെ ഒരു സ്വഭാവത്തിലേക്കാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ദ ഗേൾ ഈസ് ആസ്കിങ്? വൈ ആർ വി ഹിയർ? ഇറ്റ്സ് എ വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ. വൈ ആർ വി ഹിയർ? ഷീ ഈസ് ആസ്കിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. And I hear the anxiety of one who has stumbled upon a burning temple in the fields. We listen to each other. അപ്പോൾ കുട്ടി ചോദിക്കുന്നത്, എന്തിനാണ് ഈ പ്ലാനറ്റിൽ നമ്മളുണ്ടായേ? ഓർ വൈ ആർ വി ഹിയർ? വൈ ആർ വി നോട്ട് ഓൺ എനി അതർ പ്ലാനറ്റ്? നമ്മൾ എന്തുകൊണ്ടാണ് മറ്റൊരു പ്ലാനറ്റിലായി പോവാതിരുന്നത്? ഓർ നമ്മൾ ഈ പ്ലാനറ്റിൽ ജീവിക്കുന്നതിന് തന്നെ എന്തിനാണ്? സോ ഈ കുട്ടി ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ആങ്സൈറ്റിയാണ് ഉണ്ടായി വരുന്നത്. ലൈക്ക് ഷീ സീയിങ് എ ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫീൽഡിൻ്റെ നടുവിൽ ഒരിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടെമ്പിളിൻ്റെ ഇമേജാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന വളരെ പ്രൊഫൗണ്ടായ ക്വസ്റ്റ്യൻ്റെ ഒരു നേച്ചറാണ് അതിൽ നിന്ന് ഇവർക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റായിട്ട് ആ ചോദ്യം തോന്നുവാണ്. അപ്പോൾ ശരിക്കും ഈ കുട്ടി മനുഷ്യൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ സിമ്പിളാണ് ഈ കുട്ടി. കാരണം മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള ക്യൂരിയോസിറ്റിയിൽ നിന്നിട്ടാണ് പല ഇൻവെൻഷൻസും ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ ഓരോ അടുത്ത സ്റ്റെപ്പിലേക്കും പോകുന്നത് ചോദ്യങ്ങളിലൂടെയാണ്. അപ്പോൾ കുട്ടിയുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. അതേസമയം അതിലുള്ള ഡേഞ്ചേഴ്സും അബണ്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പ്ലാനറ്റ്സിലേക്ക് വരെ പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് അതിൻ്റെ തുടക്കം എന്നൊക്കെ ആവാം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബേണിംഗ് ടെമ്പിൾ ഇൻ ദ ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ഇമേജ് വളരെ സ്പെഷ്യലാണ്. ആൻഡ് വി ലിസൺ ടു ഈച്ച് അതർ, ബ്രീത്ത്. സോ ദേ ആർ ലിസ്ണിങ് ടു ഈച്ച് അതർ. അവിടെ ഒരു ഇൻ്റർ ജനറേഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. ഓൺഡ് ആസ് എ സീനിയർ പേഴ്സൺ ആൻഡ് ദ ചൈൽഡ് ഇസ് ടോക്കിംഗ് ടു ഹെർ. അപ്പോൾ കുട്ടിയുടെ ചോദ്യത്തിന് ശ്രദ്ധാപൂർവം മറുപടി കൊടുക്കുന്ന ഒരു ആൻറ്റിൻ്റെ അക്രോസ് ജനറേഷനുള്ള കമ്മ്യൂണിക്കേഷൻ കൂടിയാണിത്. സോ ദ ഇമേജ് ഇവോക്സ് ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ സിഗ്നിഫിക്കൻസ്, ഹൈലൈറ്റിംഗ് ദ വെയ്റ്റ് ഓഫ് സച്ച് എ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു വളരെ ഹോളി ആയിട്ടുള്ള ഒരു ചോദ്യം പോലെ കൂടി ഇതിനൊരു മീനിങ് വരുന്നുണ്ട്. ആൻഡ് ലിസ്ണിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ, I miss my train, linger on the winding staircase. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ന്യൂആൻസസ് അതിൻ്റെ ഉള്ളുകളിലേക്ക് ആലോചിച്ചിട്ട് ഇവർക്ക് സമയം പോവുകയും ഇവർ ട്രെയിൻ മിസ്സാവുകയൊക്കെ ചെയ്യുന്നു. ഒരു സ്റ്റെയർ കേസിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇൻ വുഡ്സൈഡ്, ക്വീൻസ്. ആൻഡ് നൗ I remember the day I discovered the small stretch of exposed track supporting the sky and knew I had come home. അപ്പോൾ പെട്ടെന്ന് ഇവർ നമ്മളെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്, എന്തിനാണ് നമ്മളിവിടെ താമസിക്കുന്നത് തുടങ്ങിയ ചോദ്യത്തിൽ നിന്നും അവരുടെ ഒരു സ്പേസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സോ വൺ ഡേ ഷീ ഈസ് ഡിസ്കവറിങ് ദിസ് പ്ലേസ് വെർ ഷീ ഈസ് ലിവിങ്. അവർ താമസിക്കുന്ന ഈ ഒരു സബ്വേർട്ടിങ് ദ സ്കൈ, കുറച്ച് സ്കൈനെ കൃത്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇവർ എത്തുമ്പോൾ ഇവർ തീരുമാനിക്കുകയാണ്, ഐ ഹാവ് കം ഹോം എന്നിവർക്ക് തോന്നുവാണ്. This subverting this stretch of land or this exposed track supporting the sky എന്നുള്ളതിനെ കൊണ്ട് മറ്റൊരു ഇൻഡിക്കേഷൻ ഈ ഒരു urban ലാൻഡ്സ്കേപ്പ് അങ്ങോട്ടേക്ക് വരുന്നതാണ്. അതായത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിനകത്ത് ഒരു ട്രാക്ക്, എക്സ്പോസ്ഡ് ട്രാക്ക് എന്ന് കാണിക്കുന്നത് അതും ഒരു വളരെ റൂറലായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു റെയിൽവേ ട്രാക്ക് അപ്പിയർ ചെയ്യുന്നത് ഹ്യൂമൻ പ്രോഗ്രഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ നാച്ചുറൽ ആയിട്ടുള്ള സ്പേസിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് കൂടിയാണ് അവിടെ കാണിക്കുന്നത്. വുഡ് സൈഡ് ക്വീൻസിലുള്ള ഒരു മൊമെൻ്റ്, ഒരു പ്ലേസാണ് അവരിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ അവിടെ താമസിക്കുന്നതും ആവാം ഐ ഹാവ് കം ഹോം എന്നുള്ളൊരു മീനിങ്. സോ വൺ മോർ ഡേ
I'll tell her this. One more day for life on asteroids without fences or fracking and dreams no deep inelastic scattering. ഈ ഒരു ലൈൻസിൽ പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ളത് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ലൈഫും അതിലേക്ക് പ്രോഗ്രഷൻ്റെയും അതുപോലെ ഹ്യൂമൻ പ്രോഗ്രസ്സിൻ്റെയും ഒരു കടന്നു വരവൊക്കെയാണ്. അപ്പോൾ വൺ മോർ ഡേ ഐ എം ഗോയിങ് ടു ടെൽ ഹർ ദിസ്. വൺ മോർ ഡേ ഫോർ ലൈഫ് ഓൺ ആസ്ട്രോയിഡ്സ് വിത്തൗട്ട് ഫെൻസസ് ഓർ ഫ്രാക്കിംഗ്. ഫ്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള സർഫസുള്ള പ്ലാനറ്ററി ബോഡീസാണ്. അപ്പോൾ മനുഷ്യർ ചെന്നിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് അവിടെ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് വെള്ളവും അതുപോലെ മറ്റു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാറകളിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടാണ് പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്യൂവൽസോ അതുപോലെ മെറ്റൽസോ ഒക്കെ ഖനനം ചെയ്തെടുത്തിട്ട് കൊണ്ടുപോരുന്നത്. അപ്പോൾ ആസ്ട്രോയിഡ്സ് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ഓൺ ആസ്ട്രോയിഡ്സ് ഉണ്ടാവാം എന്ന് ഷീ ഈസ് ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ്. ആൻഡ് ഡ്രീംസ് നോ ഡീപ്പ് ഇനെലാസ്റ്റിക് സ്കാറ്ററിങ്. നമ്മുടെ സ്വപ്നങ്ങളെന്ന് പറയുന്ന എല്ലാത്തരം ഇങ്ങനെയുള്ള എന്താ പറയുക ഹ്യൂമൻ ഇൻ്റർവെൻഷനിൽ നിന്നും പ്രോഗ്രസ് ഇങ്ങനെയുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി മറ്റൊരു ഏരിയയാണ്. അതേസമയം ഡീപ്പ് ഇനെലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ്. സ്കാറ്ററിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ന്യൂക്ലിയർ ഫിസിക്സിലൊക്കെയുള്ള പാർട്ടിക്കിൾസ്, റേഡിയേഷൻ, അത് തമ്മിലുള്ള ഫിഷൻ, ഫ്യൂഷൻ തുടങ്ങിയ പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലുള്ള ഒരു തരം സ്കാറ്ററിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഇനെലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ക്വാളിറ്റി മാറുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ കോറായിട്ടുള്ളൊരു സയൻറ്റിഫിക് കോൺസെപ്റ്റാണ്. അതിൻ്റെ നുവാൻസസ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റും ഡ്രീംസൊക്കെ രണ്ടും രണ്ട് തലത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ റൈറ്റർ ഉദ്ദേശിക്കുന്ന ഇതാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എപ്പോഴും എക്സ്പ്ലോയിറ്റേഷനിലേക്ക് മാത്രം ലീഡ് ചെയ്യുന്നതാവണമെന്നില്ല. സോ പോയറ്റ് ഇസ് ഇമാജിനിങ് എ ഫ്യൂച്ചർ where technological advancement doesn't mean exploitation. A life on asteroid can be there without fracking or without creating fences. So the poem concludes with a vision of a possibility of a future where asteroids remain free from exploitation. നമ്മൾ ആസ്ട്രോയിഡ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തൊരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇവർ ഹോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രീംസ്, നമ്മുടെ സ്വപ്നങ്ങൾ ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും എല്ലാ കോൺസെപ്റ്റിനെയും കടന്നു പോകാൻ നമ്മൾ സ്വപ്നങ്ങൾക്ക് കഴിവുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വപ്നത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഹോപ്പാണ് ഇവിടെ കാണുന്നത്. സോ ദ പോയറ്റ് ഈസ് കോൺട്രാസ്റ്റിംഗ് ദി എഥീരിയൽ നേച്ചർ ഓഫ് ഡ്രീംസ് വിത്ത് ദി സ്പെസിഫിക് ഫിസിക്സ് കോൺസെപ്റ്റ്. അത് രണ്ടും തമ്മിൽ ഒരിക്കലും ചേരാത്ത രണ്ട് കോൺസെപ്റ്റിനെ ഒരേ വരിയിൽ കൊണ്ടുവന്ന് ബ്ലെൻഡ് ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് in the end, let it be. So it's a letting go of freedom, hope ഒക്കെയാണ് അവിടെ കാണുന്നത്. Let it be where silence is never summoned, where rays collide in charm and strange. ഇവിടെയും ഒരു സയൻസും ഹോപ്പും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലെൻഡാണ്. So let it be where silence is never summoned. There should not be any silence. സമ്മൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിക്കുക, കോൾ ഫോർ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ there should be communication. There should be hope. So in the final lines, we can see that the writer is evoking scientific terminology again with charm and strange. അപ്പോൾ ചാമും സ്ട്രേഞ്ചും നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്സ് ഓഫ് ക്വാർക്കിൽ പെട്ടതാണ്. പക്ഷേ ആ വേർഡ്സ്, ആ പേരുകൾ ഭയങ്കര ക്യൂരിയസ് ആണ്, അത് വണ്ടർ ഉണ്ടാക്കുന്നതാണ്. സോ ചാമും സ്ട്രേഞ്ചും ഒക്കെ റേസ് കൊളൈഡ് ചെയ്യാം, ചാം സ്ട്രേഞ്ചും ഇതൊക്കെ തമ്മിൽ കൊളൈഡ് ചെയ്യാം, ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് ആർ സ്പെൻഡിങ് ദെയർ ടൈം ആൻഡ് എനർജി ആൻഡ് എവറിഥിങ് ഓൺ ന്യൂവർ ആൻഡ് ന്യൂവർ ടെക്നോളജീസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സും ടെക്നോളജിയും മനുഷ്യരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതെല്ലാം ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലേക്ക് ആയിരിക്കട്ടെ. അവിടെ ഒരിക്കലും സൈലൻസ് അല്ല ഉണ്ടാവേണ്ടത്, തമ്മിൽ ജെനുവിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഹ്യൂമൻ ബോണ്ടും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. സോ ഷീ ഈസ് യൂസിങ് ദീസ് ടേംസ് ടു ക്രിയേറ്റ് എ വണ്ടർ റാദർ ദാൻ ക്ലിനിക്കൽ ഡിസ്റ്റൻസ്. അപ്പോൾ ചാമും സ്ട്രേഞ്ചും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതൊരു വണ്ടറും ഹോപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്യട്ടെ, ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം
മനുഷ്യരും എൻവയോൺമെൻറ്റും തമ്മിലൊക്കെ അകന്നു പോകുന്നതിന് പകരം ഹോപ്പും പോസിറ്റിവിറ്റിയും ക്രിയേറ്റ് ചെയ്യട്ടെ എന്നുള്ള മീനിങ് ആകാം. സോ ദ ആബ്സെൻസ് ഓഫ് എൻഫോഴ്സ്ഡ് സൈലൻസ് suggests genuine communication and connection. The final lines use quark properties to suggest that beauty can emerge from scientific concepts and ending on a note of wonder rather than anxiety. അപ്പോൾ സയൻറ്റിഫിക് കോൺസെപ്റ്റിൽ നിന്നും ബ്യൂട്ടിയും വണ്ടറും പുതിയ സ്വപ്നങ്ങളും ഒക്കെ ക്രിയേറ്റഡ് ആവാം. സോ ദിസ് അനാലിസിസ് റിവീൽസ് ഹൗ ബെനോനി മാസ്റ്റർഫുള്ളി വ്യൂസ് ടുഗെദർ പേഴ്സണൽ റിലേഷൻഷിപ്പ്, സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ്, അതേസമയം എൻവയോൺമെൻറ്റൽ കൺസേൺസും വളരെ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ചോദ്യങ്ങളും മനുഷ്യരെ നിലനിൽപ്പിനെ തന്നെ കുറിച്ചുള്ള ചോദ്യങ്ങളും സയൻറ്റിഫിക് കോൺസെപ്റ്റ്സും എല്ലാം പേഴ്സണൽ റിലേഷൻഷിപ്പും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ആൻഡ് ഷീ ഈസ് യൂസിങ് കെയർഫുൾ ലൈൻ ബ്രേക്സ് ആൻഡ് സയൻറ്റിഫിക് ടെർമിനോളജി ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മീനിങ്. ഈ കവിതയുടെ സ്ട്രക്ചറലായിട്ടുള്ള പ്രത്യേകതകൾ നമ്മളതിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ മീനിങ്സ് ഒന്നിച്ച് ക്രിയേറ്റ് ചെയ്യാണ് റൈറ്റർ ചെയ്തിട്ടുള്ളത്. Now coming to the themes, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് വണ്ടറും എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റിയും തമ്മിലുള്ള ഒരു ടെൻഷനാണ്. അതായത് സയൻസ് എന്ന് പറയുന്നത് എന്നും പുതിയ വണ്ടേഴ്സും ക്യൂരിയോസിറ്റിയിലും ആണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം നിലനിൽപ്പിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഭൂമിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതും മറ്റൊരു ലെവലിലുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ദ പോം ഇസ് ബ്യൂട്ടിഫുള്ളി ജെക്സ്റ്റപ്പോസിങ്, തമ്മിലിങ്ങനെ എന്താ പറയുക ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുവാണ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സും അതേപോലെ ഡീപ്ലി ഹ്യൂമൻ കൺസേൺസും തമ്മിലുള്ള ഈ ഒരു ടെൻഷൻ. ആൻഡ് ദ 6-year-old niece's anxiety about asteroid mining becomes a gateway to exploring larger existential questions. അപ്പോൾ ഈ കുട്ടിയുടെ ആങ്സൈറ്റിയും ചോദ്യവും വളരെ വലിയ മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയറ്റ് യൂസ് ചെയ്യാണ്. ബെനോനി ഈസ് നോൺ ഫോർ ദിസ് ഇൻറ്റഗ്രേഷൻ ഓഫ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് വിത്ത് ഇമോഷണൽ ആൻഡ് ഫിസിലോസഫിക്കൽ ഇൻക്വയറി. അപ്പോൾ ഇവരുടെ ഇതേ കളക്ഷനിൽ ഇഫ് ദിസ് ഇസ് ദ ഏജ് വി എൻഡ് ഡിസ്കവറി എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ വന്നിട്ടുള്ള മറ്റ് പോംസിലൊക്കെ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സിൻ്റെയും അതുപോലെ ഫിലോസഫിക്കലും പേഴ്സണലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു ഇൻറ്റഗ്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തീം ഇസ് എൻവയോൺമെൻറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ കൺസേൺ. മനുഷ്യൻ ഈ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്നുള്ളതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു. അതാണ് നമ്മൾ ഡ്രൈവിംഗ് കാർസ് ഓൺ കോറൽ റീഫ്സ് അതുപോലെ നമ്മുടെ ഫ്രാക്കിങ്ങും ഫെൻസിങ്ങും ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബ്രോഡർ കൺസേൺസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹ്യൂമാനിറ്റിയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് എങ്ങനെ നാച്ചുറൽ ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു, അതെങ്ങനെ ഇല്ലാണ്ടാക്കാം തുടങ്ങിയ ആലോചനകളിലേക്കാണ് ഈ കവിത കൊണ്ടുവന്നത്. ആൻഡ് ദെൻ വി ക്യാൻ സീ ഇൻ്റർ ജനറേഷണൽ ഡയലോഗ്. യു നോ ദാറ്റ് ദിസ് കോൺവെർസേഷൻ ഇസ് ഹാപ്പനിങ് ബിറ്റ്വീൻ ആൻ ഓണ്ട് ആൻഡ് എ നീസ്. ഒരു ചെറിയ 6 വയസ്സായ കുട്ടിയും അവരുടെ ഓണ്ടും തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു എൻക്വയറി ആണ് ഇവിടെ വരുന്നത്. അത് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള നിലനിൽപ്പിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നു. സോ ഇതൊരു ടെൻറ്റേർനെസ്സും അതുപോലെ ഈ കുട്ടിയുടെ പേടിയിൽ കാര്യമുണ്ട് എന്ന് ഈ ഓണ്ട് റിയലൈസ് ചെയ്യുന്നുകൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തീംസിലേക്ക് കൂടി കവിത പോകുന്നു. ആൻഡ് നൗ കമ്മിങ് ടു ദി ടെക്നിക്കാലിറ്റീസ്, ദ നറേറ്റീവ് സ്റ്റൈൽ, ദ വേ ഓഫ് റൈറ്റിംഗ്, എങ്ങനെയാണ് ഈ കവിതയിൽ ലൈൻസും വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിലേക്കാണ് പോകുന്നത്. സോ യു നോ ദാറ്റ് ദിസ് ഹോൾ പോം ഇസ് ഹാപ്പനിങ് ഇൻ എ കോൺവെർസേഷണൽ മൂഡ്. ഒരു കോൺവെർസേഷണൽ പാറ്റേണിലാണിത് പോകുന്നത്, ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ ഉള്ള രീതിയിൽ. അതിൽ നിന്നൊരു ഫിലോസഫിയിലേക്കുള്ള ഒരു ചാട്ടമുണ്ട്. സോ ബെനോനി എംപ്ലോയ്സ് എ ഡിസ്റ്റിങ്ക്റ്റീവ് നറേറ്റീവ് സ്റ്റൈൽ ദാറ്റ് മൂവ്സ് ഫ്ലൂയിഡ്ലി ബിറ്റ്വീൻ കോൺവെർസേഷൻ, ഫിലോസഫിക്കൽ മെഡിറ്റേഷൻ ആൻഡ് സയൻറ്റിഫിക് ഒബ്സർവേഷൻ. കോൺവെർസേഷൻ ഉണ്ട്, അതേസമയം വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ആലോചനകളുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംപസാൻസ് എന്ന് പറഞ്ഞാൽ ആൻഡ് എന്നുള്ള സിമ്പിൾ ഉണ്ടല്ലോ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആംപസാൻസ് ഒരു കണ്ടിന്യൂസ് ഒരാൾ ചിന്തിക്കുന്ന ആ ഒരു ചിന്തയുടെ ഒരു റഷിങ് തോട്ടിനെ എന്താ പറയുക മിമിക് ചെയ്യുന്ന രീതിയിലാണ്
ഈ ഒരു ആംബസാൻസ് ആൻഡ് എന്നുള്ള സിമ്പിൾ ഇട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ കവിത അങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണുള്ളത്. ദെൻ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ഷിഫ്റ്റ്സ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്പേസസ് തമ്മിലുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഒരു ഫോൺ കോൺവെർസേഷനിൽ തുടങ്ങുന്നു, വുഡ് സൈഡ് ക്വീൻസിലെത്തുന്നു, ആസ്ട്രോയിഡ്സിലേക്ക് പോകുന്നു, അണ്ടർ വാട്ടർ വെഡ്ഡിങ്സ് വരുന്നു, കോറൽ റീഫ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ഫ്രാക്കിംഗ്. അപ്പോൾ സ്പേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവസാനം ഒരു ഒറ്റ തീമിലേക്ക് അത് വന്ന് ചേർന്ന് നിൽക്കുന്നു. ആൻഡ് ദ പോയറ്റ് ഈസ് യൂസിങ് സ്ട്രാറ്റജിക് ലൈൻ ബ്രേക്സ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ മീനിങ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ഒരേ ലൈനിനകത്ത് തന്നെ ചിലയിടത്ത് ക്യാപിറ്റൽ ലെറ്റർ വരുന്നു, ആൻഡ് സിമ്പിൾ വരുന്നു, ഇടയിൽ സ്പേസൊക്കെ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കുന്ന അതേ ഫ്ലോയിലുള്ള ഒരു ക്വസ്റ്റ്യനിങ്ങും ആങ്സൈറ്റിയും ഒക്കെ അതേപോലെ കവിതയിലും വരുന്നു. ആൻഡ് ദെൻ ദ പോംസ് എൻഡിങ് വിത്ത് ചാം ആൻഡ് സ്ട്രേഞ്ച്. ഈ ക്വാക്ക് പ്രോപ്പർട്ടീസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചാം ആൻഡ് സ്ട്രേഞ്ച് എന്നുള്ളത് അവിടെ ഒരു പേരിനപ്പുറം അത് സയൻസ് കൊണ്ടുവരുന്ന വണ്ടറും സ്ട്രേഞ്ചായ കാര്യങ്ങൾ പോലും നമുക്ക് വണ്ടറായിട്ട് മാറുന്ന ആ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പേരിന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിൻ്റെ മീനിങ്ങുമായിട്ട് സയൻസിൻ്റെ തന്നെ ഒരു വണ്ടർ ഹോപ്പ് എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് എക്സെംപ്ലിഫൈസ് ബെനോണീസ് സിഗ്നേച്ചർ സ്റ്റൈൽ ഓഫ് ഫൈൻഡിങ് പോയട്രി ഇൻ സയൻറ്റിഫിക് ടെർമിനോളജി വൈൽ മെയിൻറ്റെയിനിങ് ഇമോഷണൽ റെസൊണൻസ്. ഇമോഷണൽ ആയിട്ടുള്ള മീനിങ്സ് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ സയൻസിനെയും പോയട്രീനെയും ബ്ലെൻഡ് ചെയ്തതാണ് ഇവിടെ കണ്ടത്. സോ ദിസ് പോം മാനേജസ് ടു ഹോൾഡ് മൾട്ടിപ്പിൾ ടെൻഷൻ സൈമൾട്ടേനിയസ്ലി ബിറ്റ്വീൻ സയൻറ്റിഫിക് പ്രോഗ്രസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ടെൻഷൻ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് സയൻറ്റിഫിക് പ്രോഗ്രസ്സും എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷനും. സയൻറ്റിഫിക് പ്രോഗ്രസ് വേണം നമുക്ക്, പക്ഷേ അതൊരിക്കലും എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാവരുത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ടെൻഷൻ കവിതക്കകത്തുണ്ട്. അതുപോലെ കുട്ടിയുടെ ചൈൽഡ് ലൈക്ക് ആയിട്ടുള്ള ഈ ഒരു വണ്ടർ ഉണ്ട്, അതേസമയം ഒരു അഡൾട്ടിൻ്റെ ഫിയർ കൂടിയുണ്ട്. ഇതെല്ലാം എങ്ങോട്ടേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. ദെൻ ആസ്ട്രോയിഡ് മൈനിങ് ആണ് ഒരിടത്ത് ഡിസ്കസ് ചെയ്യുന്നത്, അതേസമയം അപ്പുറത്ത് വരുന്നത് ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കോളും ഒരു കുട്ടിയോടുള്ള സംഭാഷണവുമാണ്. അപ്പോൾ ഈ ഒരു ടെൻഷന് വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ കവിതക്കകത്ത് നിലനിർത്തുന്നുണ്ട് റൈറ്റർ. So that's all about the poem. I hope you understood the poem clearly. Thank you so much for listening to me.